ഷഫീഖ് ഭായ്, ഏതായാലും നമ്മളെ സ്കൂളിലൊക്കെ ഒരു മടക്കയാത്ര അല്ലേ? തീർച്ചയായും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അല്ല, വേറെ രസമുണ്ട്. ഇന്നിപ്പോ സ്കൂളിലേക്ക് നീ പോകുമ്പോ നീ ഇപ്പൊ ഒരു സ്കൂൾ നടത്തിപ്പുകാരനാണ്. അതാണ് ഏറ്റവും വലിയ രസം. അതൊക്കെ ഒരു വലിയ ഭാഗ്യാണ് അല്ലേ? വിദ്യാർത്ഥി കം സ്കൂൾ ടീച്ചർ അല്ലേ? മാഷെ കൊറേ ആയല്ലോ കണ്ടിട്ട്. ഇത് രാധാകൃഷ്ണൻ മാഷ്, ഞങ്ങളെ പ്രിയപ്പെട്ട മാഷ്. ഇറങ്ങിക്കട്ടോ കൺവീനർ അല്ലേ? ജാഫർ കോളിക്കൽ. അടിപൊളി സെറ്റപ്പ് അല്ലേ? തീർച്ചയായിട്ടും. ഇന്നലെ ഗംഭീര പത്രസമ്മേളനമൊക്കെ നടത്തി. ഇന്ന് എല്ലാ പത്രത്തിലും വളരെ നന്നായിട്ട് തന്നെ വാർത്ത വന്നിട്ടുണ്ട്, വരികയും ചെയ്തിട്ടുണ്ട്. വേണല്ലോ, പത്രക്കാരൻ ചിലപ്പോൾ ഇവിടെ പഠിച്ചോളേ. പിന്നെ വി ഉമർ മാഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഇവിടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നല്ല കൺവീനർ നമ്മുടെ ഇതിന്റെ അല്ലേ? അതെ. എന്തായാലും ഫുൾ സെറ്റപ്പിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് ഒരു സൂപ്പർ ഹിറ്റ് ആണ്. പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ പങ്കെടുത്ത് സമ്മേളനം നടന്നു. ഒരു ആദരവ് കൊടുത്തു. പ്രശ്നം കഴിഞ്ഞ് അടുത്ത സെഷനിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ അടുത്ത സെഷന് വേണ്ടി വന്നതാണ്. സമ്മേളനം ഉണ്ട്. നമ്മുടെ ഗ്രൗണ്ടിലാണ് സ്റ്റേജ് ഒക്കെ. അല്ല, ഇനി നമ്മളെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അത് പുറത്തെ അവിടെയുള്ള വലിയ ടീച്ചർക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ. ടീച്ചർ ഇപ്പോഴും ഫുൾ വൈബാ അല്ലേ? എനർജിയാ. ടീച്ചറെ പാട്ട് കുറെ കേട്ട് ആസ്വദിച്ചിട്ടുണ്ട്, പിന്നെ പാടാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ മാത്രം നമ്മൾ വിജയിച്ചില്ല ഇതുവരെ. എന്നാലും ടീച്ചർ പാടിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട്. എത്രമാത്രം ചീത്ത കേട്ടു, ഒരുപാട്. ഇപ്പോഴും ചീത്തകൾ. പാടി 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 ടീച്ചറെ പാടി. എനിക്കറിയാം, ടീച്ചറോട് മറന്നു. ടീച്ചർ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാടിയാണ്? എനിക്ക് ഇഷ്ടപ്പെട്ടതാ കുഞ്ഞിനിയെങ്കിലും മന്ദഹസിക്കുമോ ഓമന ചെമ്പനീർ പൂവേ പൂവേ. നിങ്ങളെ ഫസ്റ്റ് പഠിപ്പിച്ച പാട്ടോ ഞാൻ. എന്നെ പഠിപ്പിച്ചതായി ഇവിടെ ഒരു കായികമാണ് ഇപ്പൊ. എന്നെ പഠിപ്പിച്ചതായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തെങ്കിളി. ആദ്യത്തെ ജനഗണമനയും രണ്ടാമത്തെ എടുത്തു പറഞ്ഞ ജനഗണമംഗളയും പിച്ചിൽ മാറ്റുണ്ട്. ആ സമയത്താണ് ടീച്ചർ ശരിക്കും ഞങ്ങളെ നല്ലോണം ശിക്ഷിച്ചത്. അതായത് ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത. രണ്ടാമത്തെ ജനഗണ വരുമ്പോൾ ജനഗണമംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. അടപ്പോൾ എനിക്ക് തെറ്റി. ടീച്ചർ കൈ വന്നി. അതാണ് ഞങ്ങളെ ശാന്ത ടീച്ചർ പാടി തന്നു. ഇനിയിപ്പോ ഞങ്ങളെ മിസ്സിന്റെ വക ഒരു അടിപൊളി ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചില്ലേ? അതെ അതെ. AC-ലാണ് ഞാൻ. പക്ഷെ നീ വേറെ ക്ലാസ്സിലാണ്. തൊട്ടടുത്ത ക്ലാസ്സായിരുന്നു. പക്ഷെ നമ്മൾ യുറീക്ക മറ്റേലൊക്കെ ഒരുമിച്ചായിരുന്നു. അതെ അതെ അതെ. പിന്നെ ശാസ്ത്രാജ്യ പരിഷത്തിന്റെ ക്ലാസ്സിലൊക്കെ ഞായറാഴ്ചകളൊക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു. എവിടെ എൻ്റെ മോളെവിടെ? കമോൺ വാ നിങ്ങളും പാടി. എന്താ പറയുക നിങ്ങൾ സംഗമത്തെ കുറിച്ച്? വളരെ ഗംഭീരമായി. നിങ്ങളെ പ്രസംഗം പരിപാടി നിങ്ങളെ പ്രസംഗം അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നത്. അല്ല, വാർഷിക പരിപാടിയൊക്കെ ഗംഭീരമായി. നല്ല പരിപാടിയാണ്. പങ്കാളിത്തം കൊണ്ട് വളരെ മുമ്പിൽ നിൽക്കുന്നു. പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ സജീവമായി ഈ പരിപാടിയിൽ പങ്കെടുത്തു. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് 4 മുഴം വീരാളിപ്പട്ട് വേണം, തുളുനാടൻ തല വേണം, തുളശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യിൽ മൈലാഞ്ചി വേണം. ഒരു കാര്യം മനസ്സിലായി, ഇന്നത്തെ പൂനൂർ GMU സ്കൂളില് എല്ലാവരും സംഗീതത്തിന്റെ ആൾക്കാരാണെന്നല്ലേ? മാഷ്മാർ കൂടുതലും കുട്ടികളും തന്നെ നന്നായി പാടുന്നുണ്ട്.
ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം കോന്തലക്കൽ നീയനീക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശില്ലേ നമ്മുടെ മുല്ലാക്ക ആര്യൻ നെല്ലിൻ്റെ പോലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണേ പാട്ടു കേട്ട് നീയുറങ്ങ് അക്കണ്ടം ഇക്കണ്ടം മേലത്തെ കുഞ്ഞിക്കണ്ടം അക്കരത്ത് കൊണ്ടു കുത്തി ആയലയ്യേല ചേമ്പേല വിരിച്ചിട്ട് എന്നെ കിടത്തിട്ടു പോയതല്ലേ. നമ്മളെ ഉദ്ഘാടകൻ ഇവിടെ എത്തിയിരിക്കുകയാണല്ലേ. നിങ്ങൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയല്ലേ? പിന്നെ നിങ്ങൾ ഇവിടുത്തെ ഒരു ഇതായിരുന്നു, ഒരു ആവേശമായിരുന്നു എല്ലാവരും അല്ലേ? ആവേശമാണ്, കാരണം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിങ്ങൾ അനിയനെ കണ്ടു നേരത്തെ? അനിയനെ സംസാരിക്കാതെ? അതെ അതെ, രണ്ടാളുണ്ട്. അതിൽ ഒരാളെന്ന് വന്ന് ചെറിയൊരു ജോലിയിലാണ്. ഒരു വേഗം മനസ്സിലായി നമ്മളെ. അതെ അതെ, ഇവിടെ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. ഈ കെട്ടിടം അപ്പുറവും ഇപ്പുറമായി പ്രവർത്തിച്ച കുറേ സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ 2 പ്യൂണിൻ്റെ ആവശ്യമുണ്ട്. അതെ അതെ. അപ്പോൾ ഒറിജിനൽ പ്യൂൺ ഇവിടെ ആണെങ്കിൽ അവിടെ ഒരു പ്യൂണിൻ്റെ ആവശ്യമുണ്ട്. അതിന് അനിയനായിരുന്നു. എന്താണ് അന്നത്തെ ഓർമ്മകൾ? എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? ഓർമ്മകളൊക്കെ പിന്നെ പറയാം, പാട്ടിലും കവിതയിലൊക്കെ ഉണ്ട്. വെരി വെരി സുഖം. എത്താൻ വൈകിയോ? ഇല്ല, വൈകിട്ടില്ലൊക്കെ റെഡി ടൈമിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നു. രാവിലെ വന്നു, അന്നേരം ഡോക്ടർ കലീൽ ഇങ്ങനെ വളരെ ആക്റ്റീവായി അതറിഞ്ഞി കഴിഞ്ഞു. നമ്മളെ പൂനൂരിന്റെ ഗായകനല്ല, കലാകാരനാണ്. കലാകാരൻ മാത്രമല്ല, സിനിമ നടനും കൂടിയാണ്. അപ്പോ അത് സംഭവിച്ചതിന്റെ അടുക്ക് ആ വേഷഭൂഷാദികളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ്. പഴയ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ്. ഒരുപാട് തലമുറകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക്. രാവിലെ പൂർവ്വ അധ്യാപക, അതെ, തലമുറ സംഗമം കൂടെ പറയാം. അപ്പോൾ വിദ്യാർത്ഥി സംഗമത്തിന്റെ സെഷൻ ആരംഭിച്ചു കഴിഞ്ഞ് ഞങ്ങളൊക്കെ വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. കാരണം 100ാമത് വർഷത്തോത്സവമാണത്. GMUP സ്കൂളിന്റെ ഈ നാടിന്റെ തന്നെ ഒരു മാമാങ്കാണ് ഇന്നിവിടെ ഈ തിരച്ചിൽ ഉയർന്നത്. രാവിലെ വ്ലോഗ് കാണാറുണ്ടെന്നാ പറഞ്ഞത്. വ്ലോഗിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചോ? ഒരുപാട് സ്ഥലത്ത് പോയില്ലേ? ഓ, ഇടയ്ക്ക് എവിടെയും പോവില്ല. ഞാൻ എവിടെ പോയാലും അവിടെ സംസാരത്തിലൂടെ അറിയാം. അല്ല, എവിടെ പോയാലും നമ്മളത് സീനാക്കും. അതാണ് പ്രത്യേകത. നമുക്കൊരു സ്ഥലത്ത് പോകണമെന്നൊന്നുമില്ല. ഇതും നമുക്കൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാം. നിങ്ങൾ എപ്പോഴും ഹാപ്പിയാണോ? അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളി കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാജലക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്.
ഇപ്പോഴും സ്റ്റൈലാക്കി നടക്കാനാണ് ഇല്ലേ? മുടിയൊക്കെ മാറിയാ മതിയടാ. എന്താണ് മോള് നീ? അടിപൊളി തന്നെ. പൂനൂര് GNUP സ്കൂളിൻ്റെ ശതോത്സവ പരിപാടിയിലാണുള്ളത്. നല്ല ഹാപ്പിയിലാണുള്ളത്. കാരണം ഒരുപാട് അധ്യാപകരെ കാണാൻ പറ്റി. നല്ല സന്തോഷത്തിലാണ്. നീ ഇപ്പോൾ അധ്യാപകയായിട്ട്? ഞാനൊരു അധ്യാപികയാണ്. പിന്നെ കൂടാതെ അഭിമാനിക്കുന്നത് എൻ്റെ മോനും ഇവിടെ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. ഒരു MPTA അംഗം കൂടെയാണ്. ഇതില് ഞാൻ വേറെ ക്യാമറ മാറ്റാൻ നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ചടങ്ങാണ്. പുതിയ ക്യാമറയിലാക്കണേ ഒന്നുകൂടി ക്ലിയർ ഉണ്ട്.